ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു വീഡിയോ പറഞ്ഞാൽ ആമീൻ്റെ ബർത്ത്ഡേൻ്റെ ആയിട്ട്, അതായത് ആഗസ്റ്റ് 12-ന് ഞാൻ പർച്ചേസിങ്ങിൻ്റെ ഒക്കെ വീടിട്ടിരുന്നില്ല. അത് കഴിഞ്ഞ് ആഗസ്റ്റ് 12-നായിരുന്നു അവളുടെ ബർത്ത്ഡേ. അപ്പോൾ എടുത്ത് വെച്ചിട്ട് 2 ദിവസമായി. എനിക്ക് സമയം കിട്ടായി, എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാൻ വൈകിയത്. അപ്പോൾ ജസ്റ്റ് ഒരു പരിപാടി, അതായത് കാക്കുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ എൻ്റെ കുറച്ച് എനിക്കറിയണവരും, അങ്ങനെ കുറച്ച് പേര് കേട്ടോ, ഒരു 10-25 ആളെ പരിപാടി അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയൊരു പരിപാടി. അപ്പോൾ അതിനാദ്യം ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുൾ അറേഞ്ച്മെൻറ്റ്, കാരണം അറേഞ്ച്മെൻറ്റ് അത്രയൊന്നുമില്ല കേട്ടോ. കുറച്ച് ബലൂൺസ് അവളെ ഡ്രസ്സിൻ്റെ അനുസരിച്ച്, പിന്നെ പേര്, ഹാപ്പി ബർത്ത്ഡേ, പിന്നെ ഇതിപ്പോൾ കേക്ക് വരുന്ന വരെ ആ ബൊമ്മകൾ ഇരിക്കട്ടെ പറഞ്ഞിട്ട് അത് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ആമീനൊക്കെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി, ഞങ്ങളൊന്ന് ഡ്രസ്സ് മാറി. ആമീൻ്റെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സാട്ടോ, എല്ലാവരും അങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണേ. അവൾ ഈ കുത്തണത് അങ്ങനെ ഫ്രോക്ക് അങ്ങനത്തെ ഒന്നും അവൾ ഇടില്ല. അവൾക്ക് ഇങ്ങനത്തെ സിമ്പിൾ, അതായത് ഷർട്ട്, പാവാട അങ്ങനത്തെ ഒക്കെയാണ് അവൾക്ക് ഇഷ്ടം കേട്ടോ. അതായത് വലേൻ്റെ ആ ടൈപ്പൊന്നും ഇഷ്ടമല്ല. അതാ ബർത്ത്ഡേ ആയിട്ടും പോലും അങ്ങനത്തെ എടുക്കാതിരുന്നത്. അവൾ വേണ്ട പറഞ്ഞിട്ടോ. ഇതന്നെ അവൾക്ക് ആ കയ്യിൻ്റെ അവിടെ കുറച്ച് എലാസ്റ്റിക് ഉണ്ട്, അപ്പോൾ അതന്നെ അവൾ ഇടില്ല പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാൻ ഇടിയിപ്പിച്ച് കൊടുത്തിരിക്കുക കേട്ടോ. പക്ഷേ ഇട്ടപ്പോൾ അവൾക്ക് ഇഷ്ടമായി. എവിടെയും കുത്തലൊന്നുമില്ലല്ലോ, കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളോട് റെഡിയായി 8 മണിക്കാട്ടോ പരിപാടി പറഞ്ഞത്. പക്ഷെ തുടങ്ങിയപ്പോൾ തന്നെ ഒരു 8:30 കഴിഞ്ഞു. എല്ലാവരും എത്തിയപ്പോൾ 8:30 കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ആമിനെ റെഡിയാക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ രാവിലെ തൊട്ട് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും എത്തിത്തുടങ്ങി. കേക്ക് വന്നു. അപ്പോൾ കേക്ക് പറയണത് നമ്മുടെ സ്ട്രോബെറിയും പിസ്തയും കൂടി ഉള്ള കേക്കാട്ടോ. അടിപൊളി കേക്കെന്ന് അവിടെ അറിയുന്ന ചേച്ചീൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കും സെറ്റപ്പാക്കി, എല്ലാം സെറ്റപ്പാക്കി. ഇനി കട്ടിങ്ങിലേക്കുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് 2-3 ആൾക്കാരും കൂടി വരാണ്ട് പറഞ്ഞിട്ടാണ് സെറ്റ് ചെയ്തിട്ടാണ് കാത്തിക്കുക കേട്ടോ അവരെ. പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും കേക്ക് കൊടുത്ത് ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ. കേക്ക് കൊടുക്കണതും ഫോട്ടോസൊക്കെ എടുക്കണേന് ഭാഗമാണ് കേട്ടോ ഇനിയൊക്കെ ഉള്ളത്. അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരും ഈ ഒരു ഫാമിലിയും പിന്നെ കാക്കൂൻ്റെ ഒപ്പം വർക്ക് ചെയ്യണ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ലാതെ ആരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പത്തിന് ആമി പിന്നെ പറയണത്ര ചഹളൊന്നും ഉണ്ടാക്കിയെന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കൊടുത്ത്, പായസം ഉണ്ടായിരുന്നു. പായസം കേക്കും കൂടി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എൻ്റെ തിരക്കിലേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും ഫുഡ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പോയി കഴിഞ്ഞ് എല്ലാ പണിയും ഒതുങ്ങി ഒരു 10 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ കരുതി എന്തായാലും ഫുൾ അലങ്കാരമായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒക്കെ കൂടി ഒന്നിച്ചില്ല പരിപാടി വൃത്തിയാക്കാമെന്ന് കരുതിയിട്ട് ഗിഫ്റ്റുകൾ എന്തായാലും പൊട്ടിക്കാൻ കരുതി കേട്ടോ. അപ്പോൾ ഇത് കാക്കുൻ്റെ കൂട്ടുകാരെ സംശയം കണ്ടില്ലോ തന്നാ കേട്ടോ. ഞങ്ങൾ സൈക്കിൾ വാങ്ങാൻ, ഞാൻ അവൾക്ക് ബർത്ത്ഡേക്ക് സൈക്കിൾ വാങ്ങുമ്പോൾ അവൻ വാങ്ങിക്കൊടുത്താ കേട്ടോ. അവന് വരാൻ പറ്റിയില്ല ബർത്ത്ഡേക്ക്. അപ്പോൾ അവന് മുൻകൂട്ടി ഗിഫ്റ്റ് തന്നിരുന്നു അവൾക്ക്. അതൊരു കിച്ചൺ സെറ്റാണ്, അവൾക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ. പിന്നെ അടുത്തത് പറയണത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവളും വന്നില്ല. അവൾ അതിൻ്റെ തലേന്ന് വന്ന് ഗിഫ്റ്റ് തന്നിട്ട് പോയിട്ടോ. അവളും അവളെ ഹസ്ബൻഡിനോടും ഗിഫ്റ്റ് തന്നിട്ട് പോയി, കുട്ടിയും കൂടി. അവർ ബർത്ത്ഡേ പാർട്ടീൻ്റെ അന്ന് വന്നില്ല. അവർ നിൽക്കുന്ന 2 ഉടുപ്പും ഒരു വിമാനവും കേട്ടോ. അത് കുഴപ്പമില്ല, ആമിക്ക് അതൊക്കെ ഇഷ്ടമൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ.
ആമി പിന്നെ ആമിക്ക് കിട്ടിയത് പറഞ്ഞൊരു കാറ്. അത് കാക്കുവിൻ്റെ കുറേ ഫ്രണ്ട് അത് വന്നതിൽ കുറച്ച് 5-6 പേരൊക്കെ കൂടിയിട്ട് ഒരു കാറ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അയിമയാണ് ആ ഇരിക്കണത്. അവൾക്ക് കാറ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സൈക്കിളിൻ്റെ പകരം കാറ് വാങ്ങാമെന്നാണ് കരുതിയത്. പക്ഷേ കാക്കു പറഞ്ഞു വേണ്ട, ഇപ്പോൾ കാറ് വേണ്ട, സൈക്കിളാണെങ്കിൽ അവൾ ഓട്ടിപ്പടിക്കും, കാറ് റിമോട്ടല്ലേ, അപ്പോൾ അവൾക്ക് ഓട്ടിപ്പടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് സൈക്കിൾ വാങ്ങിയാൽ മതി പറഞ്ഞിട്ട് ഞാൻ സൈക്കിൾ പിന്നെ വാങ്ങിയിട്ട് എനിക്ക് കാറ് വാങ്ങാനൊന്നും പൂതി. പിന്നെ ഞാൻ സൈക്കിൾ വാങ്ങിക്കൊടുത്തു. പക്ഷെ അവൾക്ക് കാറ് കിട്ടിയിട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാറിൻ്റെ ഉള്ളിലിരിക്കാൻ. പക്ഷെ അത് നമ്മൾ റിമോട്ടിലൊന്നും ആക്കണ്ട കേട്ടോ. അവൾക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണം, അതാണ് അവളെ മെയിൻ പരിപാടി. അപ്പം ഞാനിങ്ങനെ ഗിഫ്റ്റ് പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ വിമാനം കാക്കു വാങ്ങി, കാക്കു പൊട്ടിക്കുക പറഞ്ഞിട്ട് പൊട്ടിച്ച് നേരാക്കണം പറഞ്ഞിട്ട് കേട്ടോ. അപ്പം പിന്നെ അടുത്ത ഗിഫ്റ്റ് പറയണത് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു ഏട്ടൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഏട്ടൻ ഫാമിലി ഒന്നുമില്ല, ആ ഏട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഏട്ടൻ വന്നപ്പോൾ തന്ന കേട്ടോ. അത് പൊട്ടിക്കണമല്ലോ, ഒരുപാട് ചില്ലറയൊന്നുമല്ല. ഒരു കത്രി എടുത്ത് പൊട്ടിച്ചാൽ മതിയെന്ന് ഞാനത് ചെയ്തില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പം ഞാൻ ട്രൈപോഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചാരി വെച്ചിട്ടാട്ടോ എടുക്കണം. അപ്പം അത്ര ഒന്നും ക്ലിയർ ആവില്ല എന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല ഗിഫ്റ്റ്. ഞാൻ കരുതി ക്യാമറ കാണുന്നുണ്ടെന്ന് കരുതിയിട്ടോ, ശ്രദ്ധിച്ചില്ല. പിന്നെ കാണുന്നുണ്ട് എന്ന് കുഴപ്പമില്ലല്ലേ, എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ആയി. അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ ഗിഫ്റ്റുകൾ ഓരോന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെന്താ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുറേ ആയില്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട്. ഇനി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം കേട്ടോ. ഒന്നാമത് ഈ ആമീനെ കൊണ്ടാട്ടോ. ആമി ഒന്നിനോടും എൻ്റെ ഒരു കാര്യത്തിനും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പം ഞാനതുകൊണ്ടാണ്. അതാണ് ആ ഏട്ടൻ നല്ല ക്യൂട്ട് ബൊമ്മാട്ടോ. അങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നത് നല്ല രസമുണ്ട്. കാക്കുവിന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അത് അവൾക്ക് കൊടുക്കണ്ട കളിക്കാൻ, അതെടുത്ത് വയ്ക്കുക, നമുക്ക് വീട് വെക്കണ സമയത്ത് ഷോക്കേസിൽ വയ്ക്കുക, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് കാക്കുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുക കേട്ടോ. അവൾക്കും അത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എങ്ങനെ ഞാൻ എടുത്ത് വയ്ക്കുക, അതാണ് പ്രശ്നം. പിന്നെ ഇത് പറയണത് ആ കാറ് തന്നവരപ്പം തന്നെ തന്നതാട്ടോ. കാക്കുവിൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് തന്നിക്കണത്. അതൊരു വലിയൊരു ടെഡി ബെയർ ആട്ടോ. അവളതിനെയും കെട്ടിപ്പിടിച്ചിട്ടപ്പോൾ നടക്കണത്. അവളെയും കാട്ടി ഉണ്ട് സംഭവം. എന്നാലും വെയിറ്റ് ഇല്ല പക്ഷേ കേട്ടോ. അതിന് കാണാൻ നല്ല സോഫ്റ്റാട്ടോ. അത് പൊട്ടിക്കാൻ അതിലേറെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. ഇതെങ്ങനെയെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം ഇനി നമ്മൾ വീഡിയോസ് ഇടും. പിന്നെ ആമി അധികം അലമ്പാക്കില്ല കേട്ടോ ബർത്ത്ഡേ പാർട്ടിക്ക്. ഞാൻ കരുതി ആമി കരഞ്ഞാകെ ബഹളമാക്കുന്നൊക്കെ കരുതി. പക്ഷെ ഒന്നുമില്ല കേട്ടോ. എല്ലാവരോടും അവൾ ഭയങ്കരമായിട്ട് ഇതാക്കി കേട്ടോ. നല്ല ഇതായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ടു. അത് കണ്ട അവൾക്ക് കൊടുക്കണൊക്കെ ഇഷ്ടപ്പെടും. അവൾക്ക് അതൊന്നും പ്രശ്നമല്ല. പക്ഷെ അവൾക്ക് ഡ്രസ്സ് മാത്രം ആരും എടുത്താലും അവൾക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ ആദ്യം കാണിച്ച ഡ്രസ്സ് കുഴപ്പമില്ല കേട്ടോ. അവളത് ഇടും, അങ്ങനത്തെ ഡ്രസ്സ് ഇടും. പക്ഷേ അല്ലാതെ അവൾക്ക് ഈ ഫ്രോക്കൊക്കെ കിട്ടണേക്കാട്ടി ഭേദം എനിക്ക് തോന്നി ഈ ബൊമ്മക്കുട്ടികൾ, അങ്ങനത്തെ വണ്ടി, അതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അവൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഡ്രസ്സ് പിന്നെ എന്തായാലും ഞങ്ങൾ തന്നെ എടുത്ത് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കേട്ടോ. ഞങ്ങളല്ല, അവൾ സ്വന്തം അവളെ ഡ്രസ്സ് അവളിപ്പോൾ തീരുമാനിക്കണത്. അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവൾ ആ ഡ്രസ്സ് ഇടുകയുള്ളൂ, അല്ലെങ്കിൽ ഇടില്ല കേട്ടോ. 2 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മക്കൾ വളർന്നു. അപ്പോൾ നമ്മളതൊക്കെ മൈൻഡ് ചെയ്യും. അപ്പോൾ അവളെ ഇഷ്ടത്തിന് എടുത്തും കൊടുക്കാറുള്ളൂ ഞങ്ങൾ. പിന്നെ ഇതും കാക്കുവിൻ്റെ ഫ്രണ്ട്സ് 2 പേര് തന്നതാട്ടോ. പിന്നെ കുറേ പേർക്ക് വരാൻ പറ്റിയില്ല, ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ ഗിഫ്റ്റ് കൊടുത്തു വിട്ടതല്ലാണ്ട് ഡ്യൂട്ടിയും കാര്യങ്ങളിലുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. 2 പേര് തന്നെ ഡ്യൂട്ടിയിൽ നിന്നാണ് വന്നത് ഇടയ്ക്ക്, ബാക്കിയുള്ളവർക്ക് വരാൻ പറ്റില്ലെന്നോ. അപ്പോൾ അവർക്കുള്ള ഫുഡ് ഞാൻ കൊടുത്തു വിട്ടു. പിന്നെ അവർ വരാമെന്നും പറഞ്ഞു കേട്ടോ. പിന്നെ എപ്പോഴേലും വരാമെന്ന് പറഞ്ഞു. പിന്നെ ഇത് എൻ്റെ റൂമിൻ്റെ താഴെയുള്ള ചേച്ചി എടുത്തതെന്ന് കേട്ടോ. ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ അവൾ ഇടുമെന്ന് മാത്രം എനിക്കറിയില്ല. ഞാൻ ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയണൊക്കെ ഉണ്ട്. പക്ഷേ ഇടുമെന്ന് ഞാൻ അപ്പോൾ കുത്തണുണ്ടോ നോക്കിയതാട്ടോ. കുത്താത്ത ഡ്രസ്സാട്ടോ എടുത്തിരിക്കുന്ന ചേച്ചി. അവൾക്ക് നല്ല രസമുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. നല്ല രസമുണ്ട് കാണാൻ ആ കളറും ഇതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഇതാട്ടോ ഞാൻ അടുത്ത സൈക്കിൾ അവൾക്ക്. ഇത് അവൾ അവിടെ കടയിൽ പോയപ്പോൾ ഇരുന്നില്ല, അതുകൊണ്ട് കാലെത്തണില്ല കേട്ടോ. കുറച്ചും കൂടി ആവണ്ടൊരു കാലെത്തണമെങ്കിൽ. പിന്നെ ഇത് 2 അവളെ അമ്മായിമാർ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവൾക്ക് കൊടുത്തു വിട്ടതാട്ടോ ബർത്ത്ഡേ ഗിഫ്റ്റ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് വേറൊരാൾ വന്നത് കാക്കുവിൻ്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യണം കേട്ടോ. മൂപ്പര് അവൾക്ക് പറ്റിയ 2 സാധനമാണ് ഐസ്ക്രീം, ചോക്ലേറ്റും സ്ട്രോബെറി. അത് അവളെ ഫേവറേറ്റ് സാധനമാണ്. അതും കൊടുത്ത് അവൾക്ക് തൃപ്തിയായി. അതോ അവൾക്ക് കിട്ടിയത് കേട്ടോ. ഈ ഗാലക്സി ആ കാറിൻ്റെ ഒപ്പം കിട്ടിയതാട്ടോ. പിന്നെ ഞാൻ കാണിക്കാൻ പറഞ്ഞു.
അപ്പത്തിന് ഞാൻ പിന്നെ ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞ് മൂപ്പർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വന്ന ആൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് പായസവും കേക്കൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ കാക്കു അപ്പത്തിന് ഇത് നേരാക്കിക്കൊണ്ടു. അപ്പോൾ അതൊന്നും കാണിച്ചു. പിന്നെ ആമി ഫുള്ള് കളിയായി. 12 മണിയായി. ഉറങ്ങണം എന്നുള്ള ലക്ഷണമില്ല കേട്ടോ. രാത്രിയാണ് പരിപാടി. 12 മണിയാവും. അവൾക്ക് ഉറങ്ങണം എന്നൊന്നുമില്ല. അവൾ ഇങ്ങനെ നടക്കുകയാണ്, കാറ് വണ്ടി എല്ലാം കൂടിയും കണ്ടിട്ട്. പിന്നെ അത് കഴിഞ്ഞ് രാത്രി കിച്ചൺ സെറ്റ് എടുത്തിട്ടായിരുന്നു കടന്നുറങ്ങാൻ ബെഡ്റൂമിലേക്ക് കയറി വന്നത് അവൾ. അവിടെ ഇരുന്ന് കളിക്കാൻ രാത്രി 12 മണിക്ക്. പിന്നെ അത് ലൈറ്റ് ഓഫാക്കി കാക്കെടുത്ത് വെച്ചു. കരഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഉറങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.